വയജിബ് തൻസീലു കലാമി റൗദത്തി വ ഷർഹൈനി അലൈഹി. റൗദന്റെ കലാമും രണ്ട് ഷറഹിന്റെ കലാമും അതിൻ്റെ മേൽ ഇറക്കൽ ചുമത്തൽ നിർബന്ധമാണ്. അതായത് ഈ മജ്മൂഇൽ പറഞ്ഞ അതിൻ്റെ മേൽ. ലാക്കിനിൻ തസറ ബാദുഹും ലിഹാദിഹി സലാസത്തി. എങ്കിലും അവരിൽ ചിലർ ഈ മൂന്നെണ്ണത്തിന് പിന്തുണയുമായി വന്നിട്ടുണ്ട്. വൽ മത്തിനും ബി അന്ന തസദ്ദുഖ ഇന്നമാ യജിബു ബിമാ യഖഉ അലൈഹി ഇസ്മുൽ ഉദ്ഹിയത്തി വൽ വലദു ലൈസ കദാലിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് ഷറഹും റൗളയും പിന്നെ മത്തിന് മിൻഹാജ് അതിന് പിന്തുണയായി വന്നു. മിൻഹാജിൽ പറഞ്ഞപ്പോൾ എന്താ? വലതുൽ വാജിബത്തി യുദ്ബഹു വലഹു അക്കുലു കുല്ലിഹി എന്ന്. വാജിബത്തിൻ്റെ വലതിനെ മുഴുവനും വേണമെങ്കിൽ തിന്നാം. അപ്പോൾ അവർ പിന്തുണ നൽകി. എന്തുകൊണ്ട്? ബി അന്ന തസദ്ദുഖ, സദഖ ചെയ്യൽ നിർബന്ധമാകൽ ഇന്നമാ യജിബു, സദഖ ചെയ്യൽ ഇന്നമാ യജിബു നിർബന്ധമാകും. ബിമാ ഒന്നുകൊണ്ട് മാത്രം. യഖഉ അലൈഹി അതിൻ്റെ മേൽ വരും ഇസ്മുൽ ഉദ്ഹിയത്തി, ഉദ്ഹിയത്തിൻ്റെ ഉദ്ഹിയത്തി എന്ന പേര്. ഉദ്ഹിയത്തി എന്ന പേര് തുടക്കം മുതലേ പറയുന്ന അല്ലെങ്കിൽ അസുലിൽ പറയുന്ന അതുകൊണ്ടാണ് സദഖ ചെയ്യൽ നിർബന്ധമുള്ളൂ. വൽ വലതു ലൈസ കദാലിക, വലത് അങ്ങനല്ല. വലതിന് ഉദ്ഹിയത്ത് എന്ന് പറയില്ലല്ലോ. കാരണം വലതാണ്, എന്തായാലും വയസ്സ് തികയില്ല. അന്നിലക്ക് അതിന് അസുലിൽ ഉദ്ഹിയത്ത് എന്ന് പറയില്ല. വയസ്സ് തികയില്ല എന്നുള്ളത് ഒരു നിലക്ക് പറഞ്ഞാണ്. ചിലപ്പോൾ തികയുന്ന രൂപം ഉണ്ടാകാം. ലഹറിൻ്റെ കുഞ്ഞിന് 1 വയസ്സായാൽ അറക്കാൻ പറ്റുമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1 വയസ്സായതിൻ്റെ ഹുക്കുമിലാണ് പല്ല് പോയാലും മതി. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിനും വയസ്സ് തികയാം. അപ്പം അത് അസുലിൽ ഉദ്ഹിയത്ത് എന്ന് പറയുന്നില്ല എന്ന കാരണം കൊണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞല്ലോ ഇവിടെ അറക്ക നിർബന്ധമാണെന്ന് പോയി. ഇത് ബഹു വുജൂബെന്നല്ലേ പറഞ്ഞു. അതുപോലെ ഓ ലുസൂബ് ദബ്ഹിഹി, ആ കുഞ്ഞിനെ അറക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്. മാഹ, ഈ തള്ളയോട് കൂടെ അറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് ലി കൗനിഹിക്ക ജനീനിയ, അത് ആ വലത് അതിൻ്റെ ജനീന് പോലെ അതിന് വേണ്ടിയാണ്. ഉദ്ഹിയത്തിൻ്റെ മൃഗം അറുത്ത് കഴിഞ്ഞാൽ അതിൽ ഗർഭസ്ഥ ശിശു ഉണ്ടെങ്കിൽ അത് ആ മൃഗത്തിൻ്റെ കൂടെ എണ്ണപ്പെടുന്നു. മൃഗത്തിൻ്റെ അറിവ് കൊണ്ട് തന്നെ ആ ശിശു ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിന്നാൻ പറ്റും. മുസ്തഖറത്തായ ഹയാത്തുണ്ടെങ്കിൽ അതിനെ വേറെ അറക്കുകയും വേണം. അതുകൊണ്ടാണ് അറക്കൽ നിർബന്ധമാവും എന്ന് പറഞ്ഞു. ഒബിഅന്നഹു യജൂസു ലിൽ മൗഖൂഫി അലൈഹി, മാത്രമല്ല മൗഖൂഫ് അലൈക്ക് ജായിസാണല്ലോ അക്കുലിൽ വലതി, വലതിനെ തിന്നൽ. വലാ യകൂനു വഖഫൻ, അത് വഖഫാവുന്നതും അല്ല. ഫകദാലിക്കൽ വലതു ഹുന, അങ്ങനെ തന്നെ വലത് ഇവിടെ. ഉദ്ഹിയത്തിൻ്റെ മൃഗം ഉദ്ഹിയത്താക്കി നേർച്ചയാക്കി, അതുകൊണ്ട് ആ മൃഗത്തായി ഉദ്ഹിയത്തായി. ഒരാൾക്ക് ഒരു മൃഗത്തെ
വഖഫാക്കി. വഖഫാക്കിയാൽ ആ മൃഗം വഖഫാണ്. മൃഗത്തിൻ്റെ കുഞ്ഞ് വഖഫാകുന്നില്ല. എന്നാൽ അതിൻ്റെ കുഞ്ഞിനെ ആ വഖഫ് ചെയ്ത ആൾക്ക് മൗഖൂഫ് അലൈഹിക്ക് തിന്നൽ ജായിസാണല്ലോ. അപ്പോൾ തള്ളയെ വഖഫാക്കിയതുകൊണ്ട് കുഞ്ഞ് വഖഫാകുന്നില്ലല്ലോ എന്നതുകൊണ്ടും ഈ മിൻഹാജിനും 3 കിതാബുകൾക്കും ചിലർ പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ എന്താ പറയാ, വലൈസ ബിസഹീഹ്, അങ്ങനെ പിന്തുണയുമായി വന്നത് അത് സഹീഹല്ലോ. ആ പിന്തുണയുമായി വന്ന് സഹീഹല്ല. ഒമാ ദക്കറഹു, ആ പിന്തുണക്കുന്ന ആൾ പറഞ്ഞത് മിനൽ ഹസ്രി, ഹസനാൽ ആസിൽ പറഞ്ഞത് ഇന്നമാ ഹുവ ഫിൽ മുതതവ്വഇ ബിഹ, അത് സുന്നത്തായ ഉദ്ഹിയ്യത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ഇവിടെ ഹസ്ർ പറഞ്ഞത് ബി അന്ന തസദ്ദുഖ ഇന്നമാ യജിബു ബിമാ യഖഉ അലൈഹി ഇസ്മുൽ ഉദ്ഹിയ്യത്തി എന്ന് പറഞ്ഞ ആ ഹസ്ർ ഇന്നമാ യജിബു, ഇന്നമാ ഹസ്ർ ലെവൽ അറിയിക്കും. അപ്പോൾ ഇന്നമാ യജിബു സദഖ ചെയ്യൽ നിർബന്ധമാണ്. ഉദ്ഹിയ്യത്തിൻ്റെ പേര് ഏതിൻ്റെ മേലാണോ വാക്കിയായത്, സ്വാദിഖായത്, അതുകൊണ്ട് മാത്രമേ സദഖ ചെയ്യൽ നിർബന്ധമുള്ളൂ. അല്ലാത്ത സദഖ ചെയ്യൽ നിർബന്ധമില്ല. വലത് അസലിൽ എന്തല്ല, അതിൽ ഉദ്ഹിയ്യത്ത് എന്ന് പറയാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് സദഖ ചെയ്യൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഹസ്ർ ചെയ്ത്, ആ ഹസ്ർ ഇന്നമാ ഹുവ ഫിൽ മുതതവ്വഇ ബിഹ, അത് എന്തിനെ പറ്റിയാണ്? സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ പറ്റി മാത്രമാണ്. സുന്നത്തായ ഉദ്ഹിയ്യത്തിൽ അവിടെ സദഖയിൽ നിർബന്ധമുള്ളത് എന്തേ നിർബന്ധമുള്ളൂ? ആ ഉദ്ഹിയ്യത്തിൻ്റെ ഭാഗത്ത് മാത്രമേ സദഖയിൽ നിർബന്ധമുള്ളൂ. വാജിബായത് അങ്ങനല്ല. വാജിബായതിൻ്റെ എല്ലാ ഭാഗവും സദഖയിൽ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞും അതിൽപ്പെട്ടത് തന്നെയാണ്. വൽ കലാമു ഹുനാ ഫിൽ വാജിബത്തി, ഇവിടെ ചർച്ച നടക്കുന്നത് നിർബന്ധമായ ഉദ്ഹിയ്യത്തിനെ പറ്റിയാണല്ലോ. വഹിയ ഖദ് സാല മിൽക്കുഹു അൻഹ വഅൻ ജമീഇ അജ്സാഇഹ, വഹിയ ആ വാജിബായ ഉദ്ഹിയ്യത്ത് ഖദ് സാല മിൽക്കുഹു അൻഹ, തീർച്ചയായും അതിനെ തൊട്ട് അവൻ്റെ മിൽക്ക് നീങ്ങിയിട്ടുണ്ട്. അൻഹ അതിനെ തൊട്ടും വാൻ ജമീ അജ്സാഇഹ, അതിൻ്റെ എല്ലാ അജ്സാഇനെ തൊട്ടും, എല്ലാ ജുസൂക്കൾ തൊട്ടും. കുട്ടി അതിൻ്റെ ജുസു തന്നെയാണ്. അല്ലത്തി, എങ്ങനെയുള്ള ജുസുക്കൾ? യഖഉ അലൈഹ ഇസ്മുൽ ഉദ്ഹിയ്യത്തി, അതിൻ്റെ മേൽ ഉദ്ഹിയ്യത്ത് എന്ന പേര് സാദിഖാകുന്ന, വഗൈരിഹ, ആ ഉദ്ഹിയ്യത്ത് എന്ന പേര് സാദിഖാകുന്നത് അല്ലാത്ത എല്ലാ ജുസുവിനെ തൊട്ടും അവൻ്റെ മിൽക്ക് പോയി. വയുഫ്റഖു ബൈനഹു വബൈന വലദിൽ മൗഖൂഫത്തി, ഈ ഉദ്ഹിയ്യത്തിൻ്റെ വാജിബത്തായ ഉദ്ഹിയ്യത്തിൻ്റെ വലതിൻ്റെ ഇടയിലും മൗഖൂഫത്തായ മൃഗത്തിൻ്റെ വലതിൻ്റെ ഇടയിലും ഫർക്ക് പറയാം. ബിഅന്നൽ ഖസ്ദ ബിൽ വഖ്ഫി, വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്തിഫാഉൽ മൗഖൂഫി അലൈഹി ബിഫവായിദിൽ മൗഖൂഫി, മൗഖൂഫ് അലൈഹി ഉപകാരം എടുക്കുക എന്നാണ്. എന്തുകൊണ്ട്? മൗഖൂഫിൻ്റെ ഫായിദകൾ കൊണ്ട്. വൽ വലതു മിൻ ജുംലത്തിഹ, ആ മൗഖൂഫിൻ്റെ ഫായിദയുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് വലത്. ഒബിൻ നദരി, നേർച്ചയാക്കൽ കൊണ്ട് ഉദ്ദേശം റിഫ്ഖുൽ ഫുഖറായി, ഫുഖറായിന് സൗകര്യങ്ങളും
സഹായങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കലാണ്. എന്തുകൊണ്ട്? ബി അക്ലി ജമീ അജ്സാഇഹ, അതിൻ്റെ എല്ലാ ജുസൂക്കളെയും തിന്നൽ കൊണ്ട്. ഒമിൻഹ, ആ ജുസൂക്കൾപ്പെട്ട തന്നെയാണ് അൽ വലത്, വലത്. ഫലാ ജാമിയ ബൈനഹുമ, അപ്പോൾ ഈ മൗഖൂഫത്തിൻ്റെയും ഉളുഹിയ്യത്തിൻ്റെയും ഇടയിൽ ജാമിയില്ല. അതായത് മൗഖൂഫത്തിൻ്റെ കുട്ടിയുടെയും ഉളുഹിയ്യത്തിൻ്റെ കുട്ടിയുടെയും ഇടയിൽ എന്തില്ല? ജാമിയില്ല. ഖിയാസുന്തല്ല, ശരിയല്ല. വബിഅന്നഹു യജൂസു ലിൽ മൗഖൂഫി അലൈഹി അക്ലുൽ വലദി വലാ യകുനു വഖഫൻ എന്ന് പറഞ്ഞ് ആ ഭാഗത്തെയാണ് ഇതുകൊണ്ട് തള്ളിയത്. ഉലിമ മിനൽ മത്നി, മത്നിൽ നിന്ന് അറിയപ്പെട്ടു, ബിൽ ഔല, ഔല കൊണ്ട് അറിയപ്പെട്ടു, ഹുക്കുമു ജനീനിഹ, അതിൻ്റെ ജനീനിൻ്റെ ഹുക്കുമ്, ഗർഭസ്ഥ ശിശുവിൻ്റെ. ഇതാ ദുബിഹത്ത്, ആ തള്ളയെ അറക്കപ്പെട്ടു. ഫമാത ബി മൗതിഹ, ഫമാത ബി മൗതിഹ, തള്ളയുടെ മൗത്ത് കാരണമായി ഈ ജനീനും ചത്തുപോയി. ഔ ദുബിഹ, അല്ലെങ്കിൽ ജനീനെ അറക്കപ്പെട്ടു. ഫമൻ ഹറമ അക്കലിൽ വലതി, വലത് തിന്നൽ ഹറാമാണെന്ന് പറഞ്ഞവർ, തുഫ അത് ഹറാമാന്നാ പറഞ്ഞത്. ഹറമ ഹാദാ ബിൽ ഔല, ഇതിനെ ജനീനെ അവർ ഹറാമാക്കി, ബിൽ ഔല, ഔല കൊണ്ടാണ്. അതായത് ഗർഭമുള്ള മൃഗത്തെ അറുത്ത് അങ്ങനെന്തായി അതിന് ഗർഭാശയത്തിലുള്ള കുഞ്ഞ് ഈ തള്ളൻ്റെ അറവ് കൊണ്ട് തന്നെ അതും ചത്തുപോയാൽ അത് ഉളുഹിയ്യത്തിൻ്റെ ഭാഗമാണ്. അത് നേർച്ചയാക്കിയ ഉളുഹിയ്യത്താണെങ്കിൽ അതിൽ നിന്നൊരു വസ്തു ആ ഉളുഹിയ്യത്ത് അറക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റൂല. ഇനി തള്ളയെ അറുത്തിട്ട് അത് ചത്തില്ല, അത് ജീവനുണ്ടെങ്കിലോ അതിനറക്കണം. അപ്പോഴും അങ്ങനെ തന്നെ ആ കുഞ്ഞിൻ്റെ മാംസം കുഞ്ഞിനെ ഈ നേർച്ചയാക്കി ആക്കി എടുക്കാൻ പറ്റില്ല. വമൻ അബാഹു അബാഹ, വല്ലവനും അതിനെ ഹലാലാക്കിയ, ഇതും ഹലാലാണെന്ന് അവർ പറയും. ലിമാ മറ അന്നഹു ബനാ അലാ ഹില്ലി അക്ലിഹ, ലിമാ മറ മേൽ പറഞ്ഞതിന് വേണ്ടി, അന്നഹു തീർച്ചയായും ആ ഹലാലാക്കിയവർ, ബനാഹു അതിനെ എടുത്തിരിക്കുന്നു. ബനാഹു എന്നാണെങ്കിൽ അപ്പം ഞാൻ അങ്ങനെ അടയ്ക്കും. ഇനിയല്ല ബിനാഅൻ എന്നുള്ളെങ്കിലോ, എൻ്റെ കിതാബിൽ അങ്ങനെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അന്നഹു തീർച്ചയായും അത് ഈ കുഞ്ഞിനെ തിന്നൽ ഹലാലാണെന്ന് പറഞ്ഞത് ബിനാൻ എടുക്കപ്പെട്ടതിന് വേണ്ടിയാണ്. അലാ ഹില്ലി അഖ്ലിഹ, അതിനെ തിന്നൽ ഹലാലാണ്. ഇതിനെ നേർച്ചമൃഗത്തെ ഉളുഹിയ്യത്തിനെ തിന്നൽ ഹലാലാണ് എന്നതിൻ്റെ മേൽ എടുക്കപ്പെട്ടതിന് വേണ്ടിയാണ് എന്നാകും. അങ്ങനെയാണെങ്കിൽ ലാഹിർ ഞാൻ ആദ്യം വായിച്ച പോലെ അന്നഹു ബനാഹു എന്നായിരിക്കും. അന്നഹു അങ്ങനെ ഹലാലാണെന്ന് പറഞ്ഞവർ നേരത്തെ കിതാബ് പറഞ്ഞിരിക്കുന്നത് ഒബിഹി ഒലമു ബിനാവു ഹാദ അലാ ജവാസിൽ അക്രി മിൻഹ എന്നാണ് അവിടെ ഇല്ലത്ത് പറഞ്ഞത്.
ഇനി വേണമെങ്കിൽ അന്നഹു ബിനാ ഉൻ എന്ന് വായിക്കാം. അന്നഹു തീർച്ചയായും ആ തിന്നൽ ഹലാൽ ആണെന്ന് പറഞ്ഞത് ബിനാ ഉൻ എടുക്കപ്പെട്ടതാണ്. അപ്പം മബ്നിയുൻ എന്ന മാനാക്കായി മസ്ദർ അലാ ഹില്ലി അക്ലിഹ അതിന് തിന്നൽ ഹലാലാണ് എന്നതിൽ. ഫൈൻ കുൽത്ത ഇനി നീ ചോദിക്കുകയാണ് കൈഫ യുനായി മുഹാദ ഈ പറഞ്ഞത് എങ്ങനെ യോജിക്കും? ഈ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഓതിപ്പോയ മത്തിൽ വറുദുൽ വാജിബത്ത് യുദ്ബ എന്ന് പറഞ്ഞ വാക്ക്, വാജിബായ ഉളുഹിയ്യത്തിന്റെ കുഞ്ഞിനെ അറക്കണം എന്ന് പറഞ്ഞ ആ വാക്കുകൾ എന്ത് കിട്ടി? ഗർഭമുള്ള മൃഗത്തെ ഉളുഹിയ്യത്ത് അറക്കാൻ പറ്റും എന്നല്ലേ അതുകൊണ്ട് കിട്ടുന്ന നഷ്കാരം. അപ്പൊ ഇതെങ്ങനെ യോജിക്കും? മറ മുമ്പ് കഴിഞ്ഞതിനോട്. എന്താ മുമ്പ് കഴിഞ്ഞ? അന്നൽ ഹംല ഐബ്, ഹംല് തന്നെ ഐബാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യംനഉൽ ഇജ്സ അത് ഉളുഹിയ്യത്തിന്റെ മതിയാകലിനെ തടയും എന്ന് നാം തുടക്കത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിനി ചോദിക്കുകയാണെങ്കിൽ കുൽത്തു ഞാൻ പറയുന്നു ലം യഖൂലു ഹുന ഇവിടെ അവർ പറഞ്ഞിട്ടില്ല അന്നൽ ഹാമില അല്ലെങ്കിൽ ഇന്നൽ ഹാമില. ലം യഖൂലു പറഞ്ഞു ഇന്നൽ ഹാമില ഗർഭിണി വഖാത്ത് ഉളുഹിയ്യത്തൻ ആ ഗർഭിണി ഉളുഹിയ്യത്തായി വാക്കിയായി എന്ന് അവർ പറഞ്ഞില്ല. ഇത് ഉളുഹിയ്യത്തായി എന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാലല്ലേ ഇഷ്കാരമാണ്. വൈന്നമല്ലതി ദല്ല അലഹി കലാമുഹും, വൈന്നമല്ലതി ഒന്ന് ദല്ല അലഹി അതിൻ്റെ മേൽ അറിയിച്ചിരിക്കുന്നു കലാമുഹും അവിടെ കലാം അന്നൽ ഹാമില ഇതാ ഉയ്യിനത്തി ബിനദിൻ തായനത്ത് എന്ന് മാത്രം. ഒരു ഗർഭിണിയായ മൃഗത്തെ നേർച്ചയാക്കൽ കൊണ്ട് നിജമാക്കപ്പെട്ടാൽ അത് നിജമായി കഴിഞ്ഞു. വലായൽസമ്മിതാലിക്ക് അങ്ങനെ നിജമായത് കൊണ്ട് നിജമാകലിനാൽ ലാസിമല്ലല്ലോ. വുഖൂഹ ഉളുഹിയ്യത്തൻ അത് ഉളുഹിയ്യത്തായി സംഭവിക്കൽ ലാസിമല്ല. കമാലൗ ഉജ്നത്ത് ബിഹി ആ നേർച്ച കൊണ്ട് നിജമാക്കപ്പെടുന്ന അവസ്ഥ പോലെ. എന്തിനെ നിജമാക്കി? മഴീബത്തും ബി ഐബിൻ ആഖറ വേറെ ഐബ് കൊണ്ട് ഐബുള്ള മൃഗത്തെ, ഗർഭം എന്ന ഐബല്ലാത്ത മറ്റൊരു ഐബ് കൊണ്ട് ഐബുള്ള മൃഗത്തെ നേർച്ചയാക്കി നിജമാക്കിയാൽ അത് നേർച്ചയാവുകയും നിജമാവുകയും ചെയ്യുന്നത് പോലെ അതുകൊണ്ട് അത് ഉളുഹിയ്യത്താണെന്ന് വെറും എന്ന് കിട്ടൂലല്ലോ. അലാ അന്നഹും ലൗ സറഹു ബി വുഖൂഹ ഉളുഹിയ്യത്തൻ. ഇനി എന്തിനേറെ പറയുന്നു, അവരെങ്ങാനും ഇത് ഉളുഹിയ്യത്താണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായന ഹംലുഹു അതിനെ ചുമത്തൽ നിർബന്ധമാകും. അലാമായത ഹമലത്ത് ബാദൽ നദിരി അത് ഗർഭം ധരിച്ചാലുള്ള ഒന്നിൻ്റെ മേൽ നേർച്ചയാക്കിയ ശേഷം. നേർച്ചയാക്കുമ്പോൾ ഗർഭമല്ല. അപ്പോൾ അത് നേർച്ചയായ ഉളുഹിയ്യത്ത് എന്ന് അവർ ഗർഭിണിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഉളുഹിയ്യത്ത് തന്നെയാണ് എന്ന് അവർ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നേർച്ചയാക്കുമ്പോൾ അതിന് ഗർഭമില്ലായിരുന്നു, പിന്നെ ഗർഭം ധരിച്ചതാണ്. അപ്പോൾ അത് ഉളുഹിയ്യത്ത് തന്നെയാണ്. വദാഹത്ത് ഖബല ദബ്ഹി അറുക്കുന്നതിന് മുമ്പ് അത് പ്രസവിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഉളുഹിയ്യത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വദാത്ത് ഖബല ദബ്ഹി എന്നതിലാണ്. അതിവിടെ മത്തിൽ നമ്മുടെ മത്തിലെന്താ? വലതുൽ വാജിബത്തി എന്ന മത്തിൽ. വലതുൽ വാജിബത്തി എന്ന വലത് എന്ന വാക്ക് പ്രസവിക്കപ്പെട്ട ശേഷമേ വലത് പറയും.
അതിനോട് യോജിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് പറഞ്ഞത്, വദാത്ത് ഖബ്ല ദബ്ഹി എന്ന് കൂട്ടി പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം എന്താ, ഒരാൾ ഒരു മൃഗത്തെ നേർച്ചയാക്കിയ ശേഷം പിന്നെ അത് ഗർഭിണിയായി, ആ ഗർഭിണിയായാലും കുഴപ്പമൊന്നുമില്ല, അത് സഹിയായ ഉളുഹിയത്ത് തന്നെയാണ്. അതിൻ്റെ വാറ്റിൽ അറക്കുമ്പോൾ എന്തുണ്ട്, കുഞ്ഞുണ്ട്, ഒരു പ്രശ്നമില്ല. തള്ളൻ്റെ അളവുകൊണ്ട് കുഞ്ഞ് ചേത്താലും അത് ആ ഉളുഹിയത്തിൽ പെട്ടതിനാണ്. തള്ളൻ്റെ അളവുകൊണ്ട് ചത്തില്ലെങ്കിൽ അയാൾ അറക്കണം, അപ്പോഴും അത് ഉളുഹിയത്തിൽ പെട്ടതിനാണ്, പ്രശ്നമില്ല. നാം യുഷ്കിരു അലാ ദാലിക, അതിൻ്റെ മേലിൽ ഇഷ്കാലായി വരും. അലാ അന്നഹും ലൗ സറഹും ബിവഖൂഇഹാ മുദ്ഹിയത്തൻ എന്ന് പറഞ്ഞ് തഅയ്യന ഹംലുഹു അലാ മാ ഇദാ ഹമലത്ത് ഖബ്ല ബഅദ നദ്രി വദാത്ത് ഖബ്ല ദബ്ഹി എന്ന് പറഞ്ഞ് അതിൻ്റെ മേൽ ഇഷ്കാലായിട്ട് വരും ഖൗലു ജമ്മിൻ, ഒരു ജമ്മിൻ്റെ ഖൗൽ. ലഹു അക്ലു ജമീ വലദിൽ മുതതവ്വഇ ബിഹ, മുതതവ്വഇ ബിഹ ആയ വലദിനെ മുഴുവനും തിന്നൽ അവന് ജായിസാണ് എന്നൊരു ജമ്മു പറഞ്ഞു. സവാഉൻ അദബഹഹ മാഹു അം ദൂനഹു, അതിനെ അവൻ അതിൻ്റെ കൂടെ അറുത്താലും സമമാണ്, അം ദൂനഹു അല്ലെങ്കിൽ അതിനെ കൂടാതെ അർത്ഥതാണെങ്കിലും സമമാണ്. ലി വുജൂദിഹി ബി ബത്നിഹാ മയ്യിത്ത്, അതിൻ്റെ പള്ളയിൽ അത് മയ്യിത്താ നിലക്ക് ഉണ്ടായതിനു വേണ്ടി. അപ്പോൾ രണ്ടിനെ അടുത്ത്, തള്ളനെ അടുത്ത്, കുഞ്ഞിനെ അടുത്ത്. സവാഉൻ അദബഹഹ മാഹു, രണ്ടിനെ അടുത്ത്. അം ദൂനഹു അല്ലെങ്കിൽ കുഞ്ഞിനെ കൂടാതെ ആയത്ത് സ്ത്രീ അടുത്തു. ലി വുജൂദിഹി ബി ബത്നിഹ, അത് അതിൻ്റെ പള്ളയിലുണ്ടായി, മയ്യിത്താ നിലക്കുണ്ടായപ്പോൾ അതിന് ഇറക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. രണ്ടാണെങ്കിലും ഈ സുന്നത്തായ ഉളുഹിയ്യത്തിൻ്റെ കുഞ്ഞിനെ മുഴുവനും ആ അറക്കുന്ന ആൾക്ക് തന്നെ തിന്നാം എന്ന് ഒരു ജമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. വ യതസദ്ദഖു ബിഖദ്റിൽ വാജിബി മിൻഹ, ആ ഉളുഹിയ്യത്തിൽ നിന്ന് വാജിബിൻ്റെ ഖദർ കൊണ്ട് അവൻ സദഖയും ചെയ്യണം എന്ന് ഒരു ജമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്കാലം. അപ്പോഴോ ഫൽ എത്തായ, അപ്പം നിജമാവും തെഫരുവാദ ഈ പറഞ്ഞിരിക്കുന്ന കൗല് ഈ ജമ്മിൻ്റെ കൗലിനെ തഫ്രീ ചെയ്യും. അല ലഈഫി, ലഈഫായ അഭിപ്രായത്തിൽ എന്താ, അന്നഹു തജൂസു തദ്ഹിയത്തു ബിഹാബിലി, ഗർഭിണിയെ കൊണ്ട് ഉദ്ഹിയ്യത്ത് അറക്കൽ ജായിസാണ് എന്ന് ലഈഫായ ഖൗലുണ്ട്. ആ ഖൗല് പ്രകാരമാണ് അവരാ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ പ്രകാരം ഗർഭിണിയെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് അറുത്തു. അങ്ങനെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് അറുത്തു കഴിഞ്ഞാൽ ആ തള്ളയിൽ നിന്ന് വാജിബായ ഖദർ സദഖയാവും. ബാക്കിയുള്ളത് അർത്ഥമാക്കി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. സുമ്മറായിത്തു ഷെയ്ഖന, ഈ മറുപടി ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഷെയ്ഖുനെ നാം അറിഞ്ഞത്. ദക്കര മാ മറ, മേൽ പറഞ്ഞ അതെല്ലാം ഷെയ്ഖുന മറുപടി കൊടുത്തിട്ടുണ്ട്. ഇലാ കൗലി അലാ അന്നഹും, ഞാൻ പറഞ്ഞ അലാ അന്നഹും എന്ന് പറഞ്ഞ അതുവരെ. വലാ യജൂസുൽ അക്ലു ഖത്അൻ, തിന്നൽ ജായിസ് അല്ല ഖത്അൻ, ഒരു ഖിലാഫും കൂടാതെ ആൾക്ക്. മിൻ വലതി വാജിബത്തിൻ, നിർബന്ധമായ മൃഗത്തിൻ്റെ
വലതിൽ നിന്ന് ഫീ ദമിൻ ഒരു ദമ്പ് കാരണമായി ഫീ മിൻ അല്ലെങ്കിൽ ദമിൻ മിൻ ദിമായി നുസുക്കി ഹജ്ജുമായി അല്ലെങ്കിൽ ഉംറയുമായി ബന്ധപ്പെട്ട ദമ്പുകൾപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിർബന്ധമായ അതിൻ്റെ കുട്ടിയിൽ നിന്ന് ഒരു വസ്തുവിനെയും ആ അറക്കുന്ന ആൾക്ക് എടുക്കൽ ജായിസ് അല്ല. ഇനി ഒരു ചെറിയ ഇഷ്കാൽ, ഉളുഹിയ്യത്ത് ഒരു വീട്ടുകാർക്ക് അഹ്ലുൽ ബൈത്തിൽ സുന്നത്താണ് എന്ന് പറഞ്ഞിടത്ത് അവിടെ സുന്നത്ത് ഐന് എന്നും സുന്നത്ത് കിഫായത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞതെന്താ? സുന്നത്ത് കിഫായത്താണ്, ഓരോരുത്തർക്കും സുന്നത്ത് ആകുന്നതോടുകൂടെ കിഫായത്തിന്റെ സുന്നത്താണെന്ന് പറയുമ്പോൾ അതിൻ്റെ മാന എന്താണ്? അവിടെ പറഞ്ഞ് സുക്കൂത്ത് തലബി, ആ തലബ് സാക്കിത്താകും എന്നാണ് ഉദ്ദേശം. വൈദിസ്കാരം ഫർദ് കിഫായത്താണ്, ബാദ് ചെയ്താൽ ബാക്കിയുള്ളവരെ തൊട്ട് ആ കൽപ്പന സാക്കിത്താകും എന്ന് പറഞ്ഞതുപോലെ കഴിവുള്ള ആളുകൾക്കൊക്കെ ഇത് സുന്നത്താണ്. എന്നാൽ ഒരു ബൈത്തിന്റെ അഹ്ലുകാരാകുമ്പോൾ ആ ബൈത്തിൽപ്പെട്ട ചിലർ ചെയ്താൽ ആ തലബ് ഈ ചെയ്യാത്ത ആ ബൈത്തിൽപ്പെട്ട ആൾക്കാർ തൊട്ടും സാക്കിത്താകും എന്നാണ്. അല്ലാതെ കൂലി അവർക്ക് ഹാസിലാകും എന്നല്ല എന്നാണ് പറഞ്ഞത്. വേറെ സ്ഥലത്ത് പറഞ്ഞു, ഉളുഹിയ്യത്ത് അറക്കുമ്പോൾ അതിൻ്റെ കൂലി, ഒരാൾ ഉളുഹിയ്യത്ത് അറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരൊട്ടകം അല്ലെങ്കിൽ ഒരു മാട് ഉളുഹിയ്യത്ത് അറക്കുകയാണെങ്കിൽ ആട് ഒരാൾക്ക് മാത്രവും, ഒട്ടകം മാട് പോലെയുള്ളത് 7 ആൾക്ക് വീതവും പറ്റും. എന്നാൽ പിന്നെ അവിടെ അതിൻ്റെ കൂലി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അരത്തിട്ട് എന്ത് ചെയ്തു? അല്ലാഹുമ്മ ഹാദാ അൻ മുഹമ്മദിൻ വ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞില്ലേ? കിതാബിന്റെ ബത്തിൽ പറഞ്ഞപ്പോൾ എന്താണ്? 7 ആൾക്ക് വേണ്ടി അറക്കാൻ പറ്റിയ വഴിയറും ബക്രത്തുമാണ്, ആട് ഒരാൾക്കുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ പറഞ്ഞിരിക്കുന്ന ഹദീസിനെ പറ്റി പറഞ്ഞത് അത് കൂലിയിൽ പങ്കാക്കുക എന്നതാണ്, അത് ജായിസാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ലഹു അൻ യുശ്രിക ഗൈറഹു ഫീ സവാബി ഉളുഹിയ്യത്തി, അവന്റെ ഉളുഹിയ്യത്തിന്റെ സവാബിൽ മറ്റുള്ളവരെ പങ്കാക്കൽ അവന് ജായിസാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്?
വധുഹിയത്ത് അറക്കുന്നതിൽ പങ്കാക്കല്ല. ഒരാട് ഒരാൾക്കാണ്, ഒരൊട്ടകം ഒരു മാട് 7 ആൾക്കാണ് എന്ന് പറഞ്ഞത് അവർക്ക് അതുകൊണ്ട് വധുഹിയത്ത് അറക്കാം. ആ വധുഹിയത്ത് അറക്കുന്നതിൽ ഒരാൾക്ക് ഒരാട് പറ്റും. അതുപോലെ 7 ആൾക്ക് വീതം ഒട്ടകവും അതുപോലെ മാടും പറ്റും. ഇവിടെ പറഞ്ഞ ഉദ്ദേശം അതല്ല. ഇപ്പോൾ പറഞ്ഞ ഉദ്ദേശം ഒരു ഉദ്ഹിയത്ത് അറുത്ത ആ ഉദ്ഹിയത്തിന്റെ കൂലിന്റെ വിഷയത്തിൽ എന്ത് പറ്റും? ഉദ്ഹിയത്ത് അറുത്ത ആ വിഷയത്തിലല്ല, കൂലിന്റെ വിഷയത്തിൽ മറ്റുള്ളവർ പങ്കാളിക്കും. ഇൻഷാ അല്ലാഹ്